ലോകത്തിലുള്ള എല്ലാ ക്രീമുകളും പ്രൊമോട്ട് ചെയ്യുന്ന വെളുത്തിട്ട് പാറാനും കലകൾ പോവാനും ഈ ക്രീമാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുടുംബം കഴിഞ്ഞു പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? പാവങ്ങളെ പറ്റിച്ചിട്ട്. കാരണം ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായി വെളുക്കും. ഈ വെളുപ്പിനോട് ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ, ടീനേജ് പ്രായത്തിലുള്ളവരൊക്കെ, അവർ ഓടിപ്പോയി എങ്ങനെയെങ്കിലും അച്ഛനെയും അമ്മയും സോപ്പിട്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാക്കിയിട്ടോ ആ ക്രീം വാങ്ങിക്കും. അടുത്തതാ അപ്പത്തേക്ക് പറയുന്നു ഇതാ ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും, സുന്ദരിയാവും. അപ്പോൾ അതവിടെ ഇട്ടു, ഈ കുട്ടികൾ വേറെ ക്രീം വാങ്ങിച്ചു. അപ്പോൾ ഒരു ക്രീം തന്നെ ഒരു 5-6 മാസം തേക്കാതെ അടുത്ത ക്രീം ഒരു 3 ദിവസം കഴിയുമ്പോൾ വേറൊരു ക്രീമിൻ്റെ പരസ്യമായിട്ട് വരും. ഇപ്പുറത്തെ വേറൊരാൾ വേറൊരു ക്രീമിൻ്റെ പരസ്യം വരും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങി തേച്ചിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് പിന്നെ ഈ കുട്ടികൾ വന്ന് പറയുന്നില്ലല്ലോ. കുട്ടികൾ മാത്രമൊന്നുമല്ല, എല്ലാവരും മുഖം നല്ലതാവും, ക്ലിയർ ആവും, ഗ്ലോ വരും എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ട് പലരും പോയി വാങ്ങുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത ഒരാൾക്ക് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് കല്യാണി. എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ ഭയങ്കര ആരാധകരാണ്. അയ്യോ, എന്തൊരു സ്നേഹമാണെന്നറിയോ ഇവരോടൊക്കെ. അതിലൊക്കെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ മനസ്സിലാവും. ഏതായാലും കല്യാണിയുടെ മുഖത്തൊരു പാട് വന്നപ്പം സ്വയം ചികിത്സ എന്തിനായെന്ന് കല്യാണി മനസ്സിലാക്കി. പക്ഷേ കല്യാണി ഇതുവരെ സ്വയം ചികിത്സ ചെയ്യാനുള്ള പ്രൊമോഷനാണല്ലോ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ക്രീം തേക്കൂ, ആ ക്രീം തേക്കൂ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സ്വയം ചികിത്സ തന്നെയല്ലേ. പക്ഷേ കല്യാണിക്ക് മുഖത്തൊരിത് വന്നപ്പോൾ വേഗം ഓടി ഡോക്ടറെ അടുത്ത്. എന്നാൽ ആ ഡോക്ടർ കല്യാണിയെ ചതിച്ചു. ഇതാണല്ലേ ഒരാൾ ചതിച്ച അയാളെ വേറൊരാൾ ചതിക്കുമെന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് പറയുന്നില്ലേ, അത് സത്യമായിരിക്കുകയാണ്. അവർ പറയുന്നത് അവരെന്തോ BDSഉം MBBSഉം ഉണ്ടെന്ന്. ആരെങ്കിലും BDS വേറെയും MBBS വേറെയും പഠിക്കുമോ? അപ്പോൾ തന്നെ പറയുന്നത് അവർക്ക് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ എന്തോ ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ 2-3 മാസത്തെ കോഴ്സാണ് സ്കിന്നിനെടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അവരതൊക്കെ എഴുതി വെക്കില്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഏതായാലും ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പം ആ ബോർഡിൽ ഉണ്ടാവുമല്ലോ. പിന്നെ മാത്രമല്ല അവർ പറയുന്നൊരു വലിയൊരു കാര്യം, ഈ ഡോക്ടർ 3 മാസം കൂടുമ്പോഴേ വരുള്ളൂ എന്ന്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ബുദ്ധിമതിയായ, കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയൊക്കെ വലിയ അറിവുള്ള ഒരാൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയി എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും പലരെയും ചതിക്കുന്ന ഒരാൾക്ക് ദൈവമായിട്ട് അവിടെ എത്തിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ചതിക്കുന്നതെന്ന് വിചാരിക്കും. ഈ ക്രീമുകളൊക്കെ ടീനേജിലുള്ള കുട്ടികളാണ് കൂടുതലും ആകർഷിക്കപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത് നന്നായിട്ട് വെളുക്കുന്നതിന് കുറച്ചൊരു ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് വെളുക്കും, സൗന്ദര്യം വരും എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ ഈ ക്രീമിന് അഡിക്റ്റായി പോവുക ചെയ്യുന്നത്. അയ്യോ അത് വാങ്ങിക്കണം, ഇങ്ങനെ ഇത് കാണുകയല്ലേ യഥേഷ്ടം പലരും ഇത് പറയുകയാണ്. അപ്പോൾ ആ ക്രീം വാങ്ങണം. കൊടുത്തില്ലെങ്കിലോ ഇന്നത്തെ കുട്ടികളല്ലേ വീട്ടിലൊക്കെ ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കി ആ ക്രീം വാങ്ങും. ആ ക്രീമൊന്ന് വാങ്ങി തേച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു ചാനലിൽ ഈ ക്രീം തേച്ചാലാണ് ഗ്ലോ ആയിരിക്കുന്നത്, സിനിമാ നടി പോലെയാവും, ഇത് തേച്ചാൽ മതി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ അടുത്ത പരസ്യം. അത് കാണുമ്പോൾ ആ കുട്ടികൾക്ക് പിന്നെ അത് വേണം. അതുപോലെ ഇവർ സ്ഥിരമായി തേച്ചത് പരീക്ഷിച്ചിട്ടൊന്നുമല്ല, പല ക്രീമുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇത് കാണുന്നവർ ഇത് വാങ്ങിയിട്ട് പണം പോകുന്നു. ഇങ്ങനത്തെയൊക്കെ തേച്ച് വെറുതെ കാണിച്ചിട്ട് തന്നെ ആയിരിക്കാം ഈ പാടൊക്കെ വന്നിട്ടുണ്ടാവുന്നത്. പക്ഷേ അത് ശരിയല്ല, ഇങ്ങനെ ചെയ്യരുത് എന്നൊന്നും ഇവർക്ക് ചിന്തിക്കില്ല. കാരണം എന്താ, അത്രയും പണമാണ് ഇവർക്ക് കിട്ടുന്നത്. എന്നാൽ ജീവിക്കാൻ വകയില്ലാത്തവരൊന്നും അല്ല ഈ കല്യാണിയൊന്നും. എന്നാലും പണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു. അപ്പോൾ അവർ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ ചതിക്കുമ്പോൾ ഒരാൾ കല്യാണിയെ ചതിച്ചു. പക്ഷേ ആ കല്യാണിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഡിപ്രഷനിലായി, കുറേ കാലമായിട്ട് ഒന്നിനും പറ്റാതെ കിടപ്പിലാണ്, ഡിപ്രഷനായി, അതിന് കൗൺസിലിങ്ങിന് പോയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും പുറത്ത് വന്ന് പറയാത്ത എത്ര ആൾക്കാർ ഈ കല്യാണി പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമൊക്കെ വാങ്ങി തേച്ചിട്ട് ഒന്നെങ്കിൽ പാട് വന്നു, അല്ലെ പണം പോയി, വെളുത്തില്ല, അല്ലെ അതിലെന്തെങ്കിലും വേറെ സൈഡ് എഫക്റ്റ് വന്നു, ഇതൊന്നും വന്ന് പറയാൻ അവർക്ക് ചാനലില്ലല്ലോ. അപ്പോൾ അവരയ്യോ ആ ഒരു ക്രീം വാങ്ങിയിട്ട് നമുക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നവർ എത്ര ആൾക്കാരുണ്ടാവും. അപ്പോൾ കല്യാണിക്ക് അതിൻ്റെ വിഷമം മനസ്സിലായിട്ട് കല്യാണി ഇനി അത് ചെയ്യണ്ടെന്ന് വെക്കുമോ? ഇല്ല. കാരണം കാത്തിരിക്കുന്ന ഒരുപാട് പ്രൊമോഷനും അതിനനുസരിച്ച് പണവും ഉണ്ട്. പോയ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഈ പോയ ഡോക്ടർക്ക് പണം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ബില്ല് അവർ തരുന്നില്ല. എന്താണ് അതൊന്നും അതിനുള്ളത് കൊടുക്കുന്നില്ല. ചോദിച്ചിട്ടും ആ ബില്ലിൻ്റെ കറക്റ്റ് കാര്യം അവർ കൊടുക്കുന്നില്ല. പിന്നെ ഇത്രത്തോളം തുറന്നു പറയുമ്പം എന്തുകൊണ്ടാണ് ഡോക്ടറിൻ്റെ പേരും ആ ഹോസ്പിറ്റലിൻ്റെ ഇതും അതൊക്കെ പറയുന്നതിനെന്താ? ആരോ പറഞ്ഞ കാര്യം അവിടെ പിൻ ചെയ്ത് വെക്കുന്നതിന് പകരം ധൈര്യമായിട്ട് ഇന്ന ഹോസ്പിറ്റലാണ്, എന്നാൽ അങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്തുകൂടെ, ഇനി അവിടെ ആരും പോവരുത് എന്നുള്ള ഉദ്ദേശത്തിലൊന്ന് പറഞ്ഞുകൂടെ?
അതുപോലെ തന്നെ കേസ് കൊടുത്തിട്ട് പോലും ആ ബില്ലോ ഒന്നും തരുന്നില്ല. ഇനി അതൊക്കെ പോവട്ടെ, ഇവർക്ക് ഇതുവരെ എന്താണ് ചികിത്സ കിട്ടിയ എന്നുള്ളൊരു ഫയൽ പോലും, അതായത് ഇവർ കൊടുത്ത കാര്യങ്ങൾ പോലും അതുപോലും ഇവർക്ക് കിട്ടുന്നില്ല. ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോയാലും അവിടെ ഒരു ഫയൽ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ചികിത്സ ചെയ്തത് എന്നുള്ളത്, അതവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർ പഠിച്ചിട്ടുണ്ടോ, ഡോക്ടർ തന്നെയാണോ എന്നുള്ളതാണ് ഇനി ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് തുറന്ന് പറഞ്ഞിട്ട് ഇത് ഏത് ആളുകൾ പോകുന്നുണ്ടെങ്കിലും ഇനിയൊന്ന് പോകാൻ മടിക്കണം. ശരിക്കും അവർ ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയാണ് വേണ്ടത്. കാരണം ഇനിയും ആരും ഇതുപോലെ പറ്റിക്കപ്പെടരുത്, അങ്ങനെയെങ്കിലും ഒരു കാര്യം അവർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതുപോലും അവർ തുറന്നു പറയുന്നില്ല. കല്യാണി പറയുന്നുണ്ട്, ഡോക്ടർ തന്നെ ചോദിച്ചെന്ന്, എന്തിനാ എല്ലാവരെയും ഇങ്ങനെ വിശ്വസിക്കുന്നേ എന്ന്. അപ്പോൾ പറയായിരുന്നില്ല, എന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ഞാനും ഈ ഡോക്ടറെ വിശ്വസിച്ചു എന്ന്. കാരണം കല്യാണി ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത്രയും വളർച്ച വരുന്നത് കല്യാണിയെ എല്ലാവരും വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണല്ലോ. എന്തൊരു ആരാധനയാന്ന് പ്രേക്ഷകർക്കൊക്കെ. അയ്യോ, കല്യാണി എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ കല്യാണീനെ വിശ്വസിക്കുന്നു. അതുപോലെയാണ് ഞാനും ഒന്ന് വിശ്വസിച്ച് പോയി എന്ന് പറയായിരുന്നില്ലേ. അപ്പോൾ ഡിപ്രഷൻ വന്നു, വിഷമായി, എന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമെന്നും കൂടി കല്യാണി ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്നവരാണ്. കാരണം നമ്മുടെ സൗന്ദര്യത്തിന് എന്താണ് ഇതുപോലെ പലരും പറയുന്നത്, അത് ഒരു ക്രീം കൊണ്ട് നമ്മൾ ഇതുപോലെ ആവും, ആ ക്രീം നിങ്ങൾ ദിവസവും തേക്കണം, അങ്ങനെയാ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരത് പരീക്ഷിച്ചിട്ടാണ് വിചാരിക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇപ്പോൾ രാവിലെ ഒരു ക്രീം, പിറ്റേ ദിവസം ഒരു ക്രീം, അങ്ങനെ ആകുമ്പോൾ ആ ക്രീമിന് എന്തെങ്കിലും ഒരു ഫലം കിട്ടുമോ? 1-2 ദിവസം തേച്ചാൽ ഏതിനെങ്കിലും, ഏത് മരുന്നാണെങ്കിൽ പോലും, ഒരു മുറിവിന് മരുന്ന് വെച്ചാൽ ഒരാഴ്ചയെങ്കിലും മിനിമം ചെയ്യണ്ടേ? പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ എത്ര ക്രീമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തരും. അപ്പോൾ അല്ലെങ്കിൽ പോട്ടെ, ഒരു മാസമാണെങ്കിൽ കൂടി അപ്പോഴത്തേക്ക് അടുത്തത് മാറ്റി. ഇതൊക്കെ മുഖത്ത് മാറി മാറി തേച്ചാൽ ശരിയാവില്ല, അത് മോശമാണ്, സ്കിൻ ഡാമേജ് ആവും. ഇതൊന്നും കാണുന്നവരെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവരിതുപോലെ വളർന്ന് വളർന്ന് പോകുന്നത്. അപ്പോൾ അവരിത് തേക്കുന്നുണ്ടോ, ആ സമയത്ത് നിങ്ങളെ കാണിക്കാനൊന്ന് തേക്കും, അപ്പം തന്നെ ഓടിപ്പോയി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരത് കഴുകിക്കളയും. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കല്യാണിക്ക് ഇങ്ങനെ ഒരു കല വന്നപ്പോൾ കല്യാണി ഉപയോഗിക്കുന്ന ക്രീം തേച്ചിട്ട് ആ കല കളയാഞ്ഞത്. സ്വയം ഒന്നും ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞ് ഓടിയില്ലേ ഡോക്ടറെ അടുത്ത്. നിങ്ങളും അതുപോലെ മുഖത്തിനൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിനു മുമ്പ് വേറെ ഒന്ന് കണ്ടിട്ടുണ്ടായി, വരുൺ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ. കുറേ സ്ഥലത്തുണ്ട്, കണ്ണൂരുണ്ട്, എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് മൂക്കിനൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആ മൂക്ക് പഴുത്തിട്ട് വല്ലാത്ത രീതിയിൽ മൂക്കിൽ സ്മെല്ല് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായി. അത് കൂടുതൽ ആരും എടുത്ത് ചെയ്തിട്ടൊന്നും കണ്ടിട്ടുണ്ടായില്ല, ഒരുപാട് ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ ആ ഡോക്ടറും ഇതുപോലെ BDS ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓപ്പറേഷൻ ചെയ്യാനോ ഇതൊക്കെ പാടുണ്ടോ എന്നൊക്കെ അവരൊന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു, സൗന്ദര്യം എന്തൊക്കെയോ, ചുണ്ടിന് ഓപ്പറേഷൻ ചെയ്യുന്നു, ചെവി, അങ്ങനെ എല്ലാ കാര്യത്തിലും ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആ പെൺകുട്ടി കേസുമായി പോയപ്പോൾ ഡോക്ടർ ന്യൂസിൽ അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നുമല്ല, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് പിന്നെ എന്തായി എന്ന് പോലും അറിയുന്നില്ല. എന്നാൽ ഇത് കൂടുതലായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ പോകുന്നതിനെതിരെ ഇതുപോലെ എല്ലാവർക്കും ഒന്ന് പേടിയാവും. അയ്യോ, വരുൺ നമ്പ്യാരുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഒരു കുട്ടിക്ക് മൂക്കിന് ഓപ്പറേഷൻ ചെയ്തിട്ട് എന്തൊക്കെയോ ആയിപ്പോയി, മൂക്ക് ശരിയായില്ല എന്ന് മാത്രമല്ല, ആ മൂക്ക് എല്ലാ ദിവസവും പഴുത്ത് അതിന് എന്തൊക്കെയോ ആയെന്ന് പറയുന്നു. അപ്പോൾ വരുൺ ഡോക്ടർ പറയുന്നത്, അങ്ങനെയല്ല, എൻ്റെ അടുക്കുന്ന പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്, നീ 15 ലക്ഷം എന്നോട് ചോദിച്ചില്ലേ എന്നൊക്കെ വന്നിട്ട് ന്യൂസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂണു പോലെ പല സ്കിന്ന് നന്നാവാം, അല്ലെങ്കിൽ ചുണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഷേപ്പ് മാറ്റാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഹോസ്പിറ്റലുകളും നമ്മളെ ചതിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ക്രീമാണെന്നെങ്കിലും വെക്കാം, പക്ഷേ ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ, അതായത് ക്ലിനിക്കുകളിൽ ചുണ്ടിൻ്റെ ഷേപ്പ് മാറ്റാം, അല്ലെങ്കിൽ ചുണ്ടിന് സൗന്ദര്യം കൂട്ടാം, കളറ് കൂട്ടാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാം, അതുപോലെ വയറ് കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുകയാണെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടി മാത്രമാണ്, ഞാൻ എവിടെയെല്ലാം എനിക്ക് ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ ഒരു ഇതും എനിക്കെതിരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി തന്നെ ന്യൂസിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാനിത് കൊടുത്തതിന് ശേഷം പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചില സ്ഥലത്ത് എനിക്ക് തോന്നി ആ ഡോക്ടർക്ക് ഉത്തരം മുട്ടിയതുപോലെ തോന്നി. അതിനുശേഷം മറ്റൊരു ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിയമമല്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിന്, എങ്കിൽ ഇതുപോലെ ഇവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല സർജറിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായി. അപ്പം നമ്മൾ പൊതുസമൂഹത്തിൽ അറിയുന്നത് 1-2 കാര്യമാണെങ്കിലും ഇതുപോലെ പറയാത്തവർ, കാരണം
ഞാൻ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പോയി ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഇതൊന്നും പലരും വന്നിട്ട് പുറത്ത് പറയുന്നില്ല. ഇതിപ്പോൾ കല്യാണീൻ്റെ ചാനലിൽ പറഞ്ഞു, കല്യാണിയും ഇത് തന്നെ ചെയ്യുന്നു, കല്യാണിക്ക് വേറെടുക്കുന്ന കിട്ടി. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണല്ലോ. വരുൺ നമ്പ്യാറിൻ്റെ അടുക്ക് പോയിട്ട് ആ കുട്ടിക്ക് മൂക്കിന് ഇതുപോലെ പഴുപ്പ് വന്നു, ഇപ്പോഴും അതുകൊണ്ട് സ്മെല്ലൊക്കെ വന്നിട്ട് മൂക്കിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആ പെൺകുട്ടി ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ എത്രയെത്ര ക്ലിനിക്കുകളിൽ ഇതുപോലുള്ള സർജറികളും സൗന്ദര്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗന്ദര്യം വേണം, എന്നാലും എടുത്തു ചാടി ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യം കാണുന്ന ക്രീമുകൾ അതൊക്കെ വാങ്ങി തേക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക. നമ്മുടേതാണ് മുഖം, നമ്മുടേതാണ് സ്കിന്ന്. അവർ പറഞ്ഞോട്ടെ, പക്ഷേ നമ്മുടെ സ്കിന്നിന് എന്ത് വേണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. ഏതായാലും കല്യാണി കുറച്ച് നാളുകളായിട്ട് വീഡിയോകളൊന്നും അധികം ചെയ്യാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ആരാധകരൊക്കെ എന്താണ് കാണാത്തതെന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല. പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ അത്രത്തോളം ഡിപ്രഷനിലായിരുന്നു കല്യാണി. കാരണം എന്നെ ഇങ്ങനെ ഒരാൾ പറ്റിച്ചല്ലോ, ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ, അതിന് നിന്ന് കൊടുത്തല്ലോ എന്നൊക്കെയുള്ളൊരു മാനസിക വിഷമായിരുന്നു കല്യാണിക്ക് ഏറ്റവും കൂടുതലെന്ന്. എനിക്ക് പറയാനുള്ളത്, എന്തിനാപ്പാ ഇങ്ങനെ വിഷമിക്കുന്നത്? കാരണം നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്തത്, കാരണം കുറേ കാലങ്ങളായിട്ട് ഓരോരോ ക്രീമും പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരെയും ചതിക്കുന്നത് പോലെ നിങ്ങളെ ഡോക്ടർ ചതിച്ചു, അത്ര കരുതിയാൽ മതി. സമം സമമായില്ലേ ഇപ്പോൾ?